ഹായ് ഓൾ, വെൽക്കം ടു ദ ക്ലാസ്. ഇന്ന് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണെന്ന് നോക്കൂ. അതായത് ഫോർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ് ഓഫ് ലെങ്ത് 2L, ദ എനർജി ഓഫ് ദ ലെവൽ കറസ്പോണ്ടിങ് ടു n is equal to 8 is എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് നമ്മൾ പഠിച്ച സമയത്ത് എനർജി എനർജിയുടെ ഇക്വേഷൻ ദാറ്റ് ഇസ് En is equal to n square h square by 8ml square എന്നായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അതായത് പാർട്ടിക്കിളിനെ വൺ ഡയമെൻഷണൽ ബോക്സിലെ ലെങ്ത് എത്രയാണ്? വൺ ഡയമെൻഷണൽ ബോക്സിൻ്റെ ലെങ്ത് L ആയിരുന്നു. ആ ഒരു ബോക്സിൻ്റെ എനർജി എന്ന് പറയുന്നത് n square h square by 8ml square എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഒരു ഇത് വെച്ചിട്ട് n square h square by 8m ആൻഡ് L എന്താണ്? ഇപ്പോൾ 2L ആണ്. ഇപ്പോൾ 2L സ്ക്വയർ എന്നാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു n square h square by 8m ഇൻറ്റു 4L സ്ക്വയർ എന്ന് വരും അല്ലേ? അതെ. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു n square h square divided by 8 ഇൻറ്റു 4 ഇൻറ്റു ml സ്ക്വയർ. ഓക്കെ, അപ്പോൾ എല്ലിൻ്റെ കാര്യം ഓക്കെ ആയി. ഒരുമിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമായിരുന്നു, പക്ഷേ വെൻ n is equal to 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഇസ് ഈക്വൽ ടു 8 square h square divided by 8 ഇൻറ്റു 4 ഇൻറ്റു ml സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 8ഉം 8ഉം ക്യാൻസലായി, ബാക്കി ഒരു 8 ഉണ്ട്. 4ഉം 2 ടൈംസ് ആയി അല്ലേ? സോ 2h സ്ക്വയർ ബൈ ml സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, 2h സ്ക്വയർ ബൈ ml സ്ക്വയർ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ, 2h സ്ക്വയർ ബൈ ml സ്ക്വയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ എ മോഡൽ സിസ്റ്റം ഓഫ് 3 നോൺ ഇൻറ്ററാക്റ്റിംഗ് ഇലക്ട്രോൺസ് confined in a two-dimensional square box of length L, ground state energy in units h square by 8ml square is അല്ലേ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു ടൈപ്പ് അങ്ങനെ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ നോക്കേണ്ടത് 3 നോൺ ഇൻട്രാക്റ്റിംഗ് ഇലക്ട്രോൺസും ഉണ്ട്, അതുപോലെ തന്നെ 2 ഡയമെൻഷണൽ സ്ക്വയർ ബോക്സും ഉണ്ട്. ഇപ്പോൾ ഒരു സ്ക്വയർ നമ്മുടെ വൺ ഡയമെൻഷണൽ ബോക്സ് നമ്മൾ കണ്ടു, അതുപോലെ 2 ഡയമെൻഷണൽ ബോക്സിൻ്റെയും എക്സാമ്പിൾ അല്ല ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു? ദാറ്റ് ഇസ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ. നോർമലി എങ്ങനെയാണ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n സ്ക്വയർ h സ്ക്വയർ ബൈ 8ml സ്ക്വയർ. ഇത് പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സിന് അല്ലേ? പാർട്ടിക്കിൾ. അപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ കണ്ടായിരുന്നു n1 സ്ക്വയർ പ്ലസ് n2 സ്ക്വയർ n1 സ്ക്വയർ പ്ലസ് n2 സ്ക്വയർ ഇൻറ്റു h സ്ക്വയർ ബൈ 8ml സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇത് സ്ക്വയർ ബോക്സിൽ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, എനർജി സ്റ്റേറ്റ് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ 3 ഇലക്ട്രോൺസ് ഇല്ലേ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ എനർജി ലെവൽ ഇതാണെന്ന് വിചാരിക്കുക. അവിടെ മാക്സിമം നമ്മുടെ ഹൺസ് റൂളും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളൊക്കെ നോക്കിയിട്ട് നമ്മൾക്ക് മാക്സിമം ഒരു ലെവൽ, അതായത് ഇപ്പോൾ എനർജി ലെവൽ 1 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എക്സും വൈ എന്നുള്ള 1 എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ അടുത്ത എനർജി ലെവൽ 1 എന്ന് പറയുമ്പോഴത്തേനും മീൻസ് 2 ഇലക്ട്രോൺ നമ്മൾ ഇവിടെ ആയി. അടുത്ത ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത എനർജി ലെവലാണ്. ഓക്കെ, അപ്പോൾ n1 കഴിഞ്ഞു, അടുത്തത് n2 ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ് ഇപ്പം എന്താ പറയുക, E1 സ്റ്റേറ്റ് പിന്നെ E2 സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ? അപ്പോൾ E2 സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം.
അപ്പോൾ ഈ 2 സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേനും അത് ഈ 2 1 ആകാം. അതൊന്ന് ശ്രദ്ധിക്കുക, അതാണ് അതിന് കൊടുത്തേക്കുന്ന എക്സ്പ്ലനേഷൻ. അതായത് ഇപ്പം നമുക്ക് ഈ 1 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്, അത് ഈ 1 1 എന്ന് മാത്രമല്ല നമുക്ക് അതിനെ എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 2 1-നാണെങ്കിലും ഈ 1 2-നാണെങ്കിലും ഡീജനറേറ്റ് ലെവൽസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെ എഴുതാം. അപ്പോൾ 2 ഡീജനറസിയാണ് അടുത്ത ലെവലിൽ. ഈ ലെവൽ ഓഫ് മീൻസ് എക്സൈറ്റഡ് സ്റ്റേറ്റ് അങ്ങനത്തെ ഒരു സംഭവം നമ്മളിപ്പോൾ കണ്ടിട്ടില്ല. നമുക്ക് 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആ 3 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോഴത്തേനും 1 2 ആയിട്ടുള്ളൂ. അടുത്ത ലെവലിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ ഇത് ഈ 1 1 ആണെങ്കിൽ അടുത്തത് നമുക്ക് ഈ 2 1 ഉണ്ട്, ഈ 1 2 ഉണ്ട്. അപ്പോൾ 2 ലെവലുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഇലക്ട്രോൺ നമ്മൾ ഇത് അപ്പർ എന്താ പറയുക, ഒരു ഹാഫ് സ്പിൻ സ്റ്റേറ്റ്, അടുത്തത് ഓപ്പോസിറ്റ് സ്പിൻ സ്റ്റേറ്റ്, അടുത്തത് ഇങ്ങനെയായിട്ട് നിൽക്കുന്നു. ഇതാണ് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റ് ഒക്കെ പറയുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇലക്ട്രോൺ ഹയർ ലെവലിലേക്ക് വന്നു, അല്ലെങ്കിൽ ഇതിൻ്റെയും അടുത്ത ലെവലിലേക്ക് വന്നു, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇതാണ് ഈ ഒരു 2 ഡയമെൻഷണൽ സ്ക്വയർ ബോക്സിൻ്റെ 3 നോൺ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾസിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, കാരണം ഈ 1 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്, ദാറ്റ് ഇസ് എന്താ പറയുക, ഡീജനറസി 1 ഉള്ള സ്റ്റേറ്റിൽ 2 ഇലക്ട്രോണേ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ 1 2 ആണ്. 1 2 ആകാം, 2 1 ആകാം, അല്ലേ? അപ്പോൾ 2 സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് എഴുതുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഈ 1 1-ൻ്റെ എനർജി എന്താണ്. നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് കിട്ടും? 1 + 1 ദാറ്റ് ഇസ് സ്ക്വയർ ചെയ്തിട്ട് ഇൻറ്റു h² / 8ml² ദാറ്റ് ഇസ് 2h² / 8ml² എന്ന് പറഞ്ഞ് കിട്ടും, അല്ലേ? അപ്പോൾ ഈ h² / 8ml² നമുക്ക് എനർജി തൽക്കാലം വേണമെങ്കിൽ E എന്ന് പറഞ്ഞ് എഴുതാം. ഇത്രയും ഭാഗത്തിനെ നമുക്ക് E എന്ന് പറഞ്ഞ് എഴുതാം. സോ 2E. അതുപോലെ തന്നെ ഈ 2 1-ഉം ഈ 1 2-ഉം സെയിം ആണ്. അതെന്താ തരുന്നത്? 1² + 2² h² / 8ml² ദാറ്റ് ഇസ് 5E. മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റേറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് 2Eയും ഈ സ്റ്റേറ്റുകളുടെ എനർജി എന്ന് പറയുന്നത് 5Eയുമാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞ് എങ്ങനെ എഴുതാം? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ ഇൻ 2E പ്ലസ് 1 ഇലക്ട്രോൺ ഇൻ 5E. അപ്പോൾ 4E പ്ലസ് 5E ദാറ്റ് ഇസ് 9E. ആൻഡ് E എന്ന് പറയുന്നത് h² / 8ml². അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 9 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അതായത് 3 നോൺ ഇൻട്രാക്റ്റിംഗ് ഇലക്ട്രോൺസ് ഉണ്ട്, കൺഫൈൻഡ് ടു എ 2 ഡയമെൻഷണൽ സ്ക്വയർ ബോക്സ് ആണ്. സ്ക്വയർ ബോക്സ് വരുമ്പോൾ ഇക്വേഷൻ ഇതാണ്. അതിൻ്റെ എനർജി ലെവൽ, ലോവസ്റ്റ് എനർജി ലെവൽ E 1 1, അതിൻ്റെ നെക്സ്റ്റ് എനർജി ലെവൽ E 2 1-ഉം 1 2-ഉം. അതിലാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ. അപ്പോൾ ആ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എനർജി കണ്ടുപിടിച്ചു 2E, ഇതിൻ്റെ എനർജി ലെവൽ കണ്ടുപിടിച്ചു 5E. 2Eയിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ 4E. 5Eയിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്, അപ്പോൾ 5E. ടോട്ടൽ 9E ഇലക്ട്രോൺ, 9E ആണ് അതിൻ്റെ എനർജി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The degeneracy of the state having energy 27h² / 8ml² for a particle in a 3-dimensional cubic box of length L is എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോർമലി തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ എനർജി ലെവൽ എടുക്കാം. എനർജി ലെവലല്ല, എനർജി ഇക്വേഷൻ, ദാറ്റ് ഇസ് എന്താണ് 3 ഡയമെൻഷണൽ ബോക്സിൻ്റെ എനർജി എന്ന് പറയുന്നത് nx² + ny² + nz² h² / 8ml².
അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് h²/8ml² ഇവിടെ ഉണ്ട്. അപ്പോൾ 27 കിട്ടണം. അപ്പോൾ nx² + ny² + nz² = 27 കിട്ടണം. അപ്പോൾ എന്തൊക്കെ പോസിബിലിറ്റീസ് നമുക്ക് നോക്കാം. ഒന്ന്, സപ്പോസ് ഇപ്പോൾ ഒരു 5 കൊടുത്തു. 5² + 1² + 1². നമ്മൾ 27 കിട്ടണമെങ്കിൽ ഒരു 25 വരെ നമുക്ക് എത്തിക്കാൻ പറ്റുമല്ലോ. 5² ഉണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് 5² + 1² + 1² നോക്കി. അപ്പോൾ എന്താ കിട്ടുക? 25 + 1 + 1 ദാറ്റ് ഈസ് 27 അല്ലേ? അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്. അതായത് 5, 1, 1 ഒരു പോസിബിലിറ്റിയാണ്. പിന്നെ എന്തൊക്കെ വരാം? 1, 5, 1 വരാം. അടുത്തത് 1, 1, 5 വരാം. അപ്പോൾ 3 ലെവൽസ് ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും 3 ആണ് ആൻസർ. പക്ഷെ അല്ല, നമ്മൾ ഇങ്ങനത്തെ കേസിൽ വേറെ ഏതെങ്കിലും ഇത് കിട്ടുമോ എന്നുള്ള കാര്യവും കൂടി നോക്കണം. വേറെ ഏതെങ്കിലും ചാൻസ് ഉണ്ടോ എന്നും കൂടി നോക്കണം. അപ്പം അതിൻ്റെ ഒപ്പം ഈ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞല്ലേ, ഇനി നമുക്ക് നോക്കാവുന്നത് ഒരു 27 ഒരു ക്യൂബ് പോലെയല്ലേ, പെർഫെക്റ്റ് ക്യൂബ് പോലത്തെ അല്ലേ? ഏതാണ്? 3 ക്യൂബ് അല്ലേ? അപ്പോൾ ഇതൊരു 3 എന്താ പറയുക, ക്യൂബ് എന്നല്ല, എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഒരു ക്യൂബ് പോലെയും കൺസിഡർ ചെയ്തൂടെ? 3ൻ്റെ ക്യൂബ് എന്ന്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 3ൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം? 3² + 3² + 3². ക്യൂബ് എന്നുള്ള രീതിയിൽ ഞാൻ 3ലേക്ക് എത്താൻ വേണ്ടി എളുപ്പത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കാം? ദാറ്റ് ഈസ് 9 + 9 + 9 27 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡീജനറസി എന്ന് പറയാൻ വേറെ ഇല്ല. ദാറ്റ് ഈസ് 3, 3, 3. ആ ഒരു എനർജി ലെവൽ 3x, y, z 3, 3 ആവുന്ന ഒരു ലെവലും കൂടി ഉണ്ട്. ഇൻ അഡീഷൻ ടു 511, 151 ആൻഡ് 115. സോ 3 + 1 ടോട്ടൽ 4 ആണ് ഡീജനറസി. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് മിക്കപ്പോഴും നമുക്ക് ഈ ഒരു സെറ്റിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തരുത്. നമുക്ക് വേറെ ഏതെങ്കിലും വഴിയും കൂടി അത് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യണം. ഓക്കെ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, 4. ഓക്കെ. The energy levels nx, ഇത് x ആണ്, nx is equal to 1, ny is equal to 6 and nx is equal to 3, ny is equal to 2 of a particle in a 2-dimensional rectangular box of sides Lx and Ly are found to be degenerate. അതായത് nx is equal to 1ഉം ny is equal to 6ഉം അതുപോലെ തന്നെ nx is equal to 3ഉം ny is equal to 2 എന്ന് പറയുന്ന ഈ 2 ലെവൽസിൻ്റെ എനർജി ഡീജനറേറ്റ് ആണ്, ഒരേ എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് Lx is equal to 1 ഇൻ യൂഷ്വൽ യൂണിറ്റ്സ്, ഇപ്പോൾ മീറ്ററോ സെൻറ്റിമീറ്ററോ ലെങ്ത് അല്ലേ, അങ്ങനെയാണെങ്കിൽ Ly എന്തായിരിക്കും? ഓക്കെ. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ റെക്റ്റാങ്കുലർ സ്ക്വയർ ബോക്സിൻ്റെ നമുക്കറിയാം. ഒരു റെക്റ്റാങ്കുലാർ ബോക്സ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ദാറ്റ് ഇസ് എനർജി ഓഫ് എ 2-dimensional റെക്റ്റാങ്കുലാർ ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ nx² + ny² × h²/8ml² എന്ന് പറഞ്ഞില്ല. പക്ഷെ ഇവിടെ എല്ലും ഇതും വ്യത്യാസം ഉള്ളതുകൊണ്ട് nx² / lx² + ny² / ly² ബാക്കി സെയിം തന്നെ h²/8m. 8m l² എന്നായിരുന്നു, അത് lxഉം ly എന്നുള്ള രീതിയിലേക്ക് മാറി. ഓക്കെ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് n 1ഉം 6 ആകുമ്പോഴും അതുപോലെ തന്നെ 3ഉം 2ഉം ആകുമ്പോഴുള്ള എനർജി ലെവൽസ് സെയിം ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് Lx 1ഉം ആണ് അല്ലേ? യെസ്. സോ 1² / 1² + 6² / ly² നമുക്കറിയില്ല എത്രയാണെന്ന്, ഇൻറ്റു h²/8mൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു, കാരണം ഡീജനറേറ്റ് അല്ലേ, ഡീജനറേറ്റ് ആകുമ്പോൾ ആ 2 എനർജി ലെവൽസും സെയിം ആയിരിക്കും. ദാറ്റ് ഇസ് 3² / 1² +
2 സ്ക്വയർ ബൈ എൽ വൈ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ ബൈ 8m. അപ്പം ഇത് പോകും. അപ്പോൾ ബാക്കി നമുക്ക് എന്തുണ്ട്? നമുക്ക് 1 പ്ലസ് 636 ബൈ എൽ വൈ സ്ക്വയർ is equal to 9 പ്ലസ് 4 ബൈ എൽ വൈ സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് എൽ സി എം എടുത്തിട്ട് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേനും നമുക്ക് എൽ വൈ സ്ക്വയർ പ്ലസ് 36 is equal to 9 എൽ വൈ സ്ക്വയർ പ്ലസ് 4 എന്ന് കിട്ടും അല്ലേ? ബൈ എൽ വൈ സ്ക്വയർ ക്യാൻസൽ ആയിപ്പോകും. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എടുക്കുമ്പോൾ എൻ വൈ സ്ക്വയർ മൈനസ് എൽ വൈ സ്ക്വയർ ഇതിനങ്ങോട്ടും ഇതിനെങ്ങോട്ടും 36 മൈനസ് 4 എടുത്തു. സോ 8 എൽ വൈ സ്ക്വയർ is equal to 32. അപ്പോൾ എൽ വൈ സ്ക്വയർ is equal to 32 by 8 which is 4. So Ly is equal to root 4, that is 2. Okay, so our answer is, sorry, B naipoi A aanu. Our answer is A. Okay. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. nxും lyയും nyയും lyയും ആ ഒരു ഇക്വേഷൻ ഒന്ന് നോക്കിയാൽ മതി. ബാക്കി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും നമുക്ക് സിമ്പിളാണ്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. രണ്ടും ഡീജനറേറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ ഇക്വേറ്റ് ചെയ്യാം ഇപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും സിമിലർ ആണ്. ഒരു റെക്ടാങ്കുലർ ബോക്സിൻ്റെ കാര്യമാണ്. എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഇസ് കൺഫൈൻഡ് ഇൻ എ റെക്ടാങ്കുലർ ബോക്സ് വിത്ത് Lx is equal to 2Ly. ഓക്കെ, ദ സ്റ്റേറ്റ് വിത്ത് എനർജി 10h square by 8mly square ഹാസ് എ ഡീജനറസി ഓഫ്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഡയമെൻഷണൽ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. nx സ്ക്വയർ ബൈ lx സ്ക്വയർ പ്ലസ് ny സ്ക്വയർ ബൈ ly സ്ക്വയർ ഇൻറ്റു h ബൈ 8 h സ്ക്വയർ ബൈ 8m. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സപ്പോസ് അവർ തന്നിരിക്കുന്നത് നമുക്ക് 10h സ്ക്വയർ ബൈ 8mly സ്ക്വയർ എന്ന് കിട്ടുവാണെങ്കിൽ എന്നിൻ്റെയും nyയുടെയും മീൻസ് കിട്ടുവാണെങ്കിൽ എന്നല്ല, 10h സ്ക്വയർ ബൈ 8mly സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എനർജി ലെവൽ എങ്കിൽ അതിൻ്റെ എന്നും nyയും കണ്ടുപിടിച്ചിട്ട് ഡീജനറസി കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിതിനെ ഇക്വേറ്റ് ചെയ്യാം. ഈ എനർജി ലെവലിൻ്റെ എനർജി 10 ആണെങ്കിൽ എന്നും nyയും എന്താണ്, ഡീജനറസി എന്താണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് nx സ്ക്വയർ ബൈ lx സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2Ly ആണ്. 2Ly സ്ക്വയർ പ്ലസ് ny സ്ക്വയർ ബൈ ly സ്ക്വയർ ഇൻറ്റു h സ്ക്വയർ 8mഉം h സ്ക്വയർ 8mഉം ക്യാൻസൽ ആക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് 10 ബൈ ly സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് nx സ്ക്വയർ ബൈ 4Ly സ്ക്വയർ പ്ലസ് ny സ്ക്വയർ ബൈ ly സ്ക്വയർ ഇസ് ഈക്വൽ ടു 10Ly സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യുക, LCM കണ്ടുപിടിച്ചിട്ട്. സോ വി ഗെറ്റ് nx സ്ക്വയർ പ്ലസ് 4ny സ്ക്വയർ ഡിവൈഡഡ് ബൈ 4Ly സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 ബൈ ly സ്ക്വയർ. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എടുക്കുമ്പോഴത്തേനും നമുക്ക് lyയും lyയും ക്യാൻസൽ ആകും. സോ വി ഗെറ്റ് nx സ്ക്വയർ പ്ലസ് 4ny സ്ക്വയർ ഇസ് ഈക്വൽ ടു 40. ഓക്കെ, അപ്പോൾ 40 നമുക്ക് കിട്ടണം. അപ്പം നമുക്ക് എന്തൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാം? അതായത് 4 ഉണ്ട്. ഓക്കെ, 4 മൾട്ടിപ്ലിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു 2ഉം 3യും അങ്ങ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 എന്ന് പറയുമ്പോൾ 3 × 3 9 വരുമല്ലോ. അപ്പം 9 × 4 എന്ന് പറയുമ്പോൾ 36 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 വേണം. അപ്പം നമുക്ക് 2 സ്ക്വയർ എന്ന് ചെയ്യാം. അപ്പം സപ്പോസ് ഒരു 2 3 എന്ന് പറഞ്ഞ് നമ്മളിട്ട് കണ്ടു കഴിഞ്ഞാൽ
ടു സ്ക്വയർ പ്ലസ് 4 അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 40 കിട്ടി അല്ലേ? അപ്പോൾ ഒരു ലെവൽ ഓക്കെ ആയി. പക്ഷേ ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ക്യൂബിക് ബോക്സിൽ അല്ലെങ്കിൽ സ്ക്വയർ ബോക്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡീജനറസി ഇപ്പോൾ 1 2 ഇസ് ഈക്വൽ ടു 2 1 ഓക്കെ ആണ്, എക്സാമ്പിൾ പറയുവാണേ. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു 4 എന്ന് പറയുന്ന ടേമും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് ഈ 3 2 നോക്കിയാൽ എന്ത് കിട്ടും? 3 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2 സ്ക്വയർ. അപ്പം നമുക്ക് 9 പ്ലസ് 4 ഇൻറ്റു 4 16 അല്ലേ? അപ്പം നമുക്ക് എത്ര എത്തുന്നുള്ളൂ? ഒരു 25 എത്തുന്നേ ഉള്ളൂ. 9 പ്ലസ് 4 4 ഇൻറ്റു 4 16 25 എത്തുന്നുള്ളൂ. അപ്പോൾ ഇത് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈ 2 3 ഈസ് നോട്ട് ഈക്വൽ ടു ഈ 3 2. അപ്പം നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റേ കിട്ടിയിട്ടുള്ളൂ. ഇത് ആ കേസിൽ സാധാരണ ക്യൂബിക് ബോക്സിൽ അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ ബോക്സിലും ഒക്കെ അത് സെയിം ആയിരിക്കും. പക്ഷേ റെക്റ്റാങ്കുലർ ബോക്സ് വിത്ത് കണ്ടീഷനൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേനും നമ്മൾ ചെക്ക് ചെയ്യണം. ഡീജനറസി നേരെ ഈ 2 3 എന്ന് പറയുമ്പോൾ 3 2 എന്ന് പറഞ്ഞ് എഴുതരുത്. അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം എന്തായാലും. ഓക്കെ, കാരണം നമ്മൾ നേരത്തെ നമുക്കൊരു 5 1 1 1 1 5 1 5 1 എന്നൊക്കെ കിട്ടിയില്ലേ? അതിൻ്റെ കാരണം ഇക്വേഷൻ എന്തായിരുന്നു? nx² പ്ലസ് ny² പ്ലസ് nz² ഇസ് ഈക്വൽ ടു 27 എന്നാണ്. അപ്പോൾ എങ്ങനെ ഇട്ടാലും നമുക്കത് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഡീജനറസി ഫിക്സ് ചെയ്യാൻ. അപ്പോൾ ഈ 2 3 നോട്ട് ഈക്വൽ ടു 3 2, പക്ഷേ ഈ 2 3 ഗിവിങ് 40, ദാറ്റ് ഇസ് കറക്റ്റ്. അപ്പോൾ നമുക്ക് വേറെ എന്തോ ഓപ്ഷനാണ് അതിലുള്ളതെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, നമുക്കൊരു 6 1 എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ 36ൻ്റെ അടുത്തുള്ള രീതിയിലൊക്കെ വരുവാണെങ്കിൽ, ഇവിടെ 36 ഈ പോർഷനിൽ 36 വന്നപ്പോൾ നമുക്ക് അടുത്ത കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു അല്ലേ? ദാറ്റ് ഇസ് 9 ഇൻറ്റു 4 36 പ്ലസ് 4 40. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തൊരു 36 കിട്ടാമല്ലോ 6 സ്ക്വയർ വരുമ്പോൾ അല്ലേ? അപ്പോൾ നമുക്ക് 6 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 1 ദാറ്റ് ഇസ് 36 പ്ലസ് 4 40 കിട്ടി അല്ലേ? പക്ഷേ ഈ 1 6 എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം 1 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 6 സ്ക്വയർ അത് വലിയൊരു വാല്യൂയിലേക്കാണ് പോകുന്നത്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 40 അല്ലേ? 36 കിട്ടി ഇൻറ്റു 4 പ്ലസ് 1 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പം നമുക്ക് ഇവിടെ എത്രയാണ് ഡീജനറസി സ്റ്റേറ്റ് കിട്ടുന്നത്? ഒന്ന് ഈ 2 3 ആൻഡ് ഈ 6 1 അതാണ് കിട്ടുന്നത്. വേറെ ട്രയലൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം, എന്നാലും ഇത് രണ്ടുമേ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഡീജനറസി കിട്ടിയിരിക്കുന്നത് 2 ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നേരെ ഇങ്ങനെ കൊടുക്കരുത്. ഈ 1 2 ഈക്വൽ ടു ഈ 2 1 എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകും. കാരണം 2 3യും 3 2നും വ്യത്യാസമുണ്ട്, 6 1നും 1 6നും വ്യത്യാസമുണ്ട്. അതൊരു ഈ ഒരു ഇക്വേഷൻ്റെ കുഴപ്പമാണ്. സപ്പോസ് 4 വാസ് നോട്ട് ദെയർ, നമുക്ക് അങ്ങനെ എഴുതാം. 4 അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈക്വലായിട്ട് കിട്ടിയേനെ. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദ ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റർ ആണ് എ പ്ലസ് ഓപ്പറേറ്റർ ഇസ് ഈക്വൽ ടു 1/√2 x into x plus ipx and a minus is equal to 1/√2 x minus ipx, where x and px are the position and linear momentum operators. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദിസ് കമ്മ്യൂട്ടേറ്റർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദാറ്റ് ഇസ് എ ക്യാപ് പ്ലസ് കോമ എ ക്യാപ് മൈനസ് അതിൻ്റെ വാല്യൂ എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. എ പ്ലസ് തന്നിട്ടുണ്ട് 1/√2 എക്സ് പ്ലസ് ipx, അതുപോലെ തന്നെ എ മൈനസും തന്നിട്ടുണ്ട്. നമുക്ക് ഒരു കമ്മ്യൂട്ടേറ്ററിൻ്റെ ഒരു ഇത് നമുക്ക് പഠിച്ചിട്ടില്ലേ നമ്മൾ? അതായത് എ ക്യാപ് കോമ ബി ക്യാപ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു എ ക്യാപ് ഇൻറ്റു ബി ക്യാപ് മൈനസ് ബി ക്യാപ് എ ക്യാപ്. കമ്മ്യൂട്ടേറ്റർ ആണെങ്കിൽ അത് ഫോളോ ചെയ്യണം, നമ്മൾ കണ്ടു അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതിനും നമുക്ക് അങ്ങനെ ഒരു കൊടുക്കണം. ദാറ്റ് ഇസ് ദിസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഇൻറ്റു എ മൈനസ്
മൈനസ് എ മൈനസ് ഇൻറ്റു എ പ്ലസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇത് കമ്മ്യൂട്ടേറ്റർ അല്ലേ, കമ്മ്യൂട്ടേറ്റർ ഇസ് ആക്ടിങ് ഓൺ ഫങ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ എഴുതാം. സോ സൈൻ്റെ ടേംസിലൊക്കെ ആയിട്ട് എഴുതാം. ദാറ്റ് ഇസ് എ പ്ലസ് എ മൈനസ് psi is equal to a plus a minus operator minus a minus a plus operator psi. അപ്പോൾ അത് കമ്മ്യൂട്ടേറ്റർ ആണോ അല്ലയോ എന്ന് നോക്കാം. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശ്രദ്ധിച്ച്, ദാറ്റ് ഇസ് ഈക്വൽ ടു എ പ്ലസ് എന്ന് പറയുമ്പോഴത്തേനും 1/√2 x cap plus IPX into 1/√2 x cap minus IPX of psi minus സെയിം തന്നെ 1/√2 x cap minus IPX into 1/√2 x cap plus IPX psi. ഓക്കെ, അപ്പോൾ 1/√2 നമുക്ക് 1/2 ഇൻറ്റു എക്സ് ക്യാപ് പ്ലസ് IPX cap into x cap minus IPX into psi minus 1/2 into x cap minus IPX into x cap plus IPX psi എന്ന് പറഞ്ഞു. ഇനി ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞൊരു ടേമിലേക്ക് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം ദീസ് ആർ ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും വ്യത്യാസമുണ്ട്. ഓപ്പറേറ്റേഴ്സ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്യണത്, ദാറ്റ് ഈസ് ഇപ്പോൾ സപ്പോസ് ഇതും നോക്കുക. IPX ആക്ടിങ് ഓൺ എക്സ് ഓഫ് സൈയും എക്സ് IPX ഓൺ സൈയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഓരോ ടേമും വെച്ച് നമുക്കതിനെ ഓപ്പൺ ചെയ്യാം. ദാറ്റ് ഇസ് എക്സ് ക്യാപ് ഇൻറ്റു ഇത്. അപ്പോൾ നമുക്ക് എക്സ് ക്യാപ് സ്ക്വയർ പ്ലസ് ഐ നമുക്കെടുക്കാം, പ്ലസ് അല്ല മൈനസ് ഐ നമുക്ക് പുറത്തെടുക്കാം, എക്സ് ക്യാപ് പി ഓഫ് എക്സ് ക്യാപ് പ്ലസ് അടുത്തത് IPX വെച്ചിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ഐ പുറത്തെടുത്തു, നമുക്ക് പി ഓഫ് എക്സ് എക്സ് ക്യാപ് മൈനസ് ഐ ഇൻറ്റു ഐ സ്ക്വയർ പി ഓഫ് എക്സ് സ്ക്വയർ സൈ മൈനസ് 1/2. ഇതേപോലെ തന്നെ ഇവിടെയും കിട്ടും. ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് ഐ എക്സ് പി ഓഫ് എക്സ് മൈനസ് ഐ സ്ക്വയർ പി ഓഫ് എക്സ് സ്ക്വയർ. സോറി, അപ്പോൾ ഓർഡർ ഒന്ന് ഓർത്താൽ മതി. മൈനസ് ഐ പി ഓഫ് എക്സ് എക്സ് സൈ. ആദ്യം ഇത് എഴുതിപ്പോയി, അത് കുഴപ്പമില്ല, ആ ഓർഡർ ചെക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് കോമൺ ടേംസിനെ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം. അതിന് ആദ്യം തന്നെ നമുക്ക് മൈനസും 1/2 കോമൺ അല്ലേ, അപ്പം നമുക്ക് 1/2 ഇൻറ്റു എക്സ് ക്യാപ് സ്ക്വയർ മൈനസ് ഐ എക്സ് പി എക്സ് പ്ലസ് ഐ പി എക്സ് എക്സ് ഐ സ്ക്വയർ -1 ഇതും കൂടി വരുമ്പോൾ പ്ലസ് പി എക്സ് സ്ക്വയർ എന്ന് ഇടാം. 1/2 കോമൺ ആണ്. മൈനസ് എക്സ് ക്യാപ് സ്ക്വയർ മൈനസ് ഐ എക്സ് പി എക്സ് ഐ സ്ക്വയർ -1, അപ്പോൾ ഇത് മൈനസ് പി എക്സ് സ്ക്വയർ
മൈനസും മൈനസും കൂടി ആകുമ്പോഴത്തേനും ഇറ്റ് ഇസ് പ്ലസ് പി എക്സ് സ്ക്വയർ. അല്ല, പ്ലസ് പി എക്സ് സ്ക്വയർ അല്ല, കാരണം ഐ സ്ക്വയർ -1, മൈനസും മൈനസും കൂടി ആകുമ്പോൾ പ്ലസ്, പ്ലസും മൈനസും കൂടി ആകുമ്പോൾ പിന്നെയും മൈനസ് ആണ് വരുന്നത്. മൈനസ് പി എക്സ് സ്ക്വയർ, പിന്നെ ഇത് വീണ്ടും പ്ലസ് ഐ പി എക്സ് എക്സ് സൈൻ. ഓക്കെ, ഇതിൽ നമുക്ക് ക്യാൻസൽ ആക്കാൻ പറ്റുന്ന ടേംസ് ഏതൊക്കെയാണ്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഇത് പറ്റില്ല, ഇത് പറ്റില്ല. പ്ലസ് ഐ പി എക്സും അതും പറ്റില്ല. പി എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 ഇൻറ്റു മൈനസ് ഐ എക്സ് പി എക്സ്, ഓക്കെ, പ്ലസ് ഐ പി എക്സ് എക്സ് മൈനസ് ഐ എക്സ് പി എക്സ് പ്ലസ് ഐ പി എക്സ് എക്സ് സൈൻ. അപ്പോൾ ഇതിനെ 1/2 ഇൻറ്റു മൈനസ് 2ix പി എക്സ് പ്ലസ് 2ipx എക്സ് സൈൻ എന്ന് പറഞ്ഞു കിട്ടും. നമുക്ക് 2ഉം കോമൺ എടുക്കാം, ഐയും കോമൺ എടുക്കാം. ഇപ്പോൾ 2ഉം 2ഉം ക്യാൻസലായി പോവും. നമുക്ക് ബാക്കിയുള്ളത് ഐ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പി എക്സ് എക്സ്, അപ്പോൾ ഈ മൈനസ് ചാർജ് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ ഇതിനെ ആദ്യം എഴുതാം. പി എക്സ് എക്സ് മൈനസ് എക്സ് പി എക്സ് സൈൻ എന്നുള്ള രീതിയിൽ എഴുതാം. 2ഉം 2ഉം പോയി, ഐ പുറത്തെടുത്തു, ഈ ടേം മൈനസ് ഇവിടെ വരുന്ന രീതിയിൽ തിരിച്ചെഴുതി. ഓക്കെ, ഇനി ഈ ഒരു ടേമിനെ ഒന്ന് നോക്കിയാൽ, ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ കോമ ബി ഇസ് ഈക്വൽ ടു എ ബി മൈനസ് ബി എ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇതിനെ എഴുതാം. ദാറ്റ് ഈസ് ഐ ഇൻറ്റു പി ഓഫ് എക്സ് കോമ എക്സ് സൈൻ. ആ ഒരു ടേമിലല്ലേ ഇതിരിക്കുന്നത്, പി എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഇൻറ്റു പി എക്സ്. അപ്പോൾ പി എക്സും എക്സ് എന്നും പറഞ്ഞ് വരും. ഇത് നമ്മൾ പഠിച്ചതാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് പി ഓഫ് എക്സ് ദാറ്റ് ഇസ് മൊമെൻറ്റം ഓപ്പറേറ്ററും പൊസിഷൻ ഓപ്പറേറ്ററും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടുന്നത് മൈനസ് ഐ എച്ച് കട്ടാണ്. നേരെ തിരിച്ചാണെങ്കിൽ എക്സ് പി എക്സ് എന്നായിരുന്നെങ്കിൽ ഐ എച്ച് കട്ട് എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു ഐ എച്ച് കട്ട് സൈ എന്ന് പറഞ്ഞ് വരും. മൈനസ് ഐ എച്ച് കട്ടാണ്, മൈനസ് ഐ എച്ച് കട്ട്. അപ്പോൾ മൈനസ് ഐ സ്ക്വയർ എച്ച് കട്ട് സൈ, ദാറ്റ് ഇസ് ഐ സ്ക്വയർ -1 ഇതും കൂടി പ്ലസ്, അപ്പോൾ എച്ച് കട്ട് സൈ. ഓക്കെ, അപ്പം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് കോമ എ മൈനസ് ഓൺ സൈ ഇസ് ഈക്വൽ ടു എച്ച് സൈ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? എച്ച് കട്ട്. ഇതാണ് അതിൻ്റെ ഓപ്പറേറ്ററിൻ്റെ വാല്യൂ. ഓക്കെ, അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, എ പ്ലസ് കോമ എ മൈനസ് കമ്മ്യൂട്ടേറ്റർ അതിൻ്റെ ഫംഗ്ഷൻ ആൻസർ ഇസ് ഈക്വൽ ടു എച്ച് കട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വായിക്കാം. The probability of finding the particle in a one-dimensional box of length L. അത് നമുക്കറിയാം. In the region between L/4 and 3L/4 for a quantum number n is equal to 1 is 0 എന്നല്ല, is എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ, ഇത് പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു വൺ ഡയമെൻഷണൽ ബോക്സ് വിത്ത് ലെങ്ത് എല്ലിൻ്റെ വേവ് ഫംഗ്ഷൻ സൈ എൻ നമുക്കറിയാം അല്ലേ? എന്താണ്? √2/L സൈൻ n
പൈ എക്സ് ബൈ എൽ ഇതാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഫോർ നമ്മൾക്കറിയാവുന്നത് 0 ലെസ്സർ ദാൻ ഓർ എക്സ് ലെസ്സർ ദാൻ ഓർ എൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ലെസ്സർ ദാൻ ഓർ ഈക്വൽ ടു വേണ്ട, ലെസ്സർ ഇങ്ങനെ നോക്കട്ടെ, 0 ഗ്രേറ്റർ ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ എൽ, ആ ഒരു രീതിയിലുള്ള ഫങ്ഷനാണ് നമുക്ക് അറിയാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ, അതിൻ്റെ കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് സൈ സ്റ്റാർ സൈ ഇൻ്റഗ്രൽ ഡി ടോ അതാണ്. അതായത് ഇതിൻ്റെ കേസിലാണെങ്കിൽ 0 to L എന്ന് പറയുന്ന ആ ബോക്സിൻ്റെ ഡയമെൻഷനിൽ സൈ സ്റ്റാർ സൈ ഡി ടോ ചെയ്താൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ് ഓഫ് ലെങ്ത് L കിട്ടും. ഓക്കെ, പക്ഷെ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 0 to L അല്ല. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു റീജിയൻ L/4 to 3L/4, അതിലെ സൈ സ്റ്റാർ സൈ ഡി ടോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് സൈഡ് ടേംസ് അതൊക്കെ അതിനെ നമുക്ക് കൊടുത്തു നോക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് L/4 3L/4 സൈ സ്റ്റാർ അല്ലേ, അപ്പോൾ രണ്ടും സെയിം ആണ്. √2/L സൈൻ n പൈ എക്സ് ബൈ എൽ ഇൻറ്റു അതേ സാധനം തന്നെ √2/L സൈൻ n പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു L/4 to 3L/4. √2/L നമുക്ക് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ √2/L അത് പോകുമ്പോൾ നമുക്ക് 2/L കിട്ടും അല്ലേ, 2/L പോകുമ്പോൾ അല്ല 2/L കിട്ടും. 2/L നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ സ്ക്വയർ പൈ n പൈ എക്സ് ബൈ എൽ എന്ന് പറഞ്ഞ് കിട്ടും. 2/L വിത്തിൻ ദ ലിമിറ്റ് L/4 to 3L/4 sin square pi x by L n pi x by L dx. അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഇൻ്റഗ്രൽ 2/L L/4 to 3L/4 sin square n pi x by L dx കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ദാറ്റ് ഇസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ n പൈ എക്സ് ബൈ എൽ, സോറി എക്സിന് പകരമാണല്ലോ ഇത് വന്നിരിക്കുന്നത്, അല്ല n പൈ എക്സ് ബൈ എൽ ദാറ്റ് ഇസ് ഈക്വൽ ടു n ഇസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, 1 മൈനസ് കോസ് 2 n പൈ എക്സ് ബൈ എൽ ബൈ 2. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിൻ്റെ വാല്യൂ n ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് 2/L ഇൻറ്റു L/4 ടു 3L/4 സൈൻ സ്ക്വയർ വാല്യൂ മാറിയല്ലോ, ദാറ്റ് ഇസ് 1 മൈനസ് കോസ് 2 പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ 2 dx. ഓക്കെ, അപ്പോൾ ഈ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നു. 2/L ഇൻറ്റു ഇൻ്റഗ്രൽ 2/L കോമൺ ആണ്, L/4 ടു 3L/4 1 dx. ഇതിൻ്റെ ഈ 2ഉം നമുക്ക് പുറത്തെടുത്തേക്കാം, കോമൺ അല്ലേ, അപ്പോൾ ഇൻറ്റു 1/2 എന്നും കൂടിയുണ്ട് 1 dx മൈനസ് ഇൻ്റഗ്രൽ
L by 4 to 3L by 4 cos 2 pi x by L dx. ഓക്കെ, അപ്പോൾ അടുത്തതിൽ അപ്പോൾ 1/2 ക്യാൻസലായി, 2ഉം 1/2 ക്യാൻസലായി, 1/L കിട്ടി. ഇനി 1x dxൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x dx. അപ്പോൾ x dxയിൽ x വിത്തിൻ ദ ലിമിറ്റ് 3L/4 to 3L/4 മൈനസ് കോസ് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് nx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നേരെ തിരിച്ചു വരും L/2π. ഇത് ഓർത്ത് വയ്ക്കുക, L/2π സൈൻ 2π x/L വിത്തിൻ ദ ലിമിറ്റ്സ് L/4 to 3L/4. ഓക്കെ, ദാറ്റ് ഇസ് കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x സൈൻ എക്സ് എന്നായിരിക്കും വരുന്നത്. കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x സൈൻ എക്സ് എന്നായിരിക്കും വരണത്. അതുകൊണ്ടാണ് 1/x എക്സ് ഇതല്ലേ, അപ്പോഴത്തേനും L/2π എന്ന് പറഞ്ഞു വന്നത്. ഓക്കെ, L/2π സൈൻ 2π x/L 3/4 to L/4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ദാറ്റ് ഇസ് 1/L ഇൻറ്റു എന്താണ് നമുക്ക് കിട്ടുന്നത്, അപ്പർ ലിമിറ്റ് 3L/4 മൈനസ് L/4 ഈ കേസിൽ, ആദ്യത്തെ കേസിൽ മൈനസ് L/2π സൈൻ 2π ഇൻറ്റു 3L/4 ബൈ L മൈനസ് L/2π വേണമെങ്കിൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി പറയാം, മൈനസ് സൈൻ 2π L/4 ബൈ L. ഓക്കെ, അപ്പോൾ 1/L ഏറ്റവും കോമൺ ആണ്, ഇൻറ്റു ഇവിടെ എന്ത് കിട്ടും 2L/4 മൈനസ് L/2π ഇൻറ്റു സൈൻ എല്ലും എല്ലും ക്യാൻസലാകും, 4ഉം ഇതും ക്യാൻസലാകും. അപ്പോൾ എന്ത് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 3π/2 കിട്ടും മൈനസ് സൈൻ ഇതെന്താ കിട്ടുക, ഇതുപോലെ എല്ലും എല്ലും പോകും, സൈൻ π/2 കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് 1/L ഇൻറ്റു ഇത് L/2 ആണ് മൈനസ് L/2π ഇൻറ്റു സൈൻ 3π/2 മൈനസ് 1 സൈൻ π/2 1. അപ്പം നമുക്ക് ഇങ്ങനെയും കിട്ടും. ദാറ്റ് ഇസ് 1/L ഇൻറ്റു L/2 മൈനസ് -2 ഇവിടെ കിട്ടും അല്ലേ. അപ്പം -2 ഇൻറ്റു ഇത് വരുമ്പോൾ പ്ലസ് 2L/2π എന്ന് കിട്ടും. ഇനി 1/L ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എല്ലും എല്ലും ക്യാൻസൽ ചെയ്ത് 1/2 കിട്ടും, പ്ലസ് ഇത് ഇൻറ്റു ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം 2ഉം പോകും, എല്ലും എല്ലും പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, ലാസ്റ്റ് സ്റ്റെപ്പാണ്. ദാറ്റ് ഇസ് ഇത് ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ ഇത് 1 അല്ല, ഇത് L അല്ലേ, അപ്പോൾ എല്ലും എല്ലും ക്യാൻസലായി 1/2 കിട്ടും. ഇത് ഇൻറ്റു ഇത് ചെയ്യുമ്പോഴത്തേനും എന്ത് കിട്ടും, എല്ലും എല്ലും ക്യാൻസലാകും, 2ഉം 2ഉം ക്യാൻസലാകും, 1/π എന്നും കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ വിത്തിൻ ദ ലിമിറ്റ്സ് L/4 to 3L/4 ഓഫ് എ പാർട്ടിക്കിൾ ഇൻ 1-dimensional ബോക്സ് വിത്ത് n is equal to 1 കിട്ടുന്നത് ഇതാണ്. ഓക്കെ, ആ ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേനും നമുക്ക് ആ ഓപ്ഷൻ കിട്ടുന്നത് ബി ഓപ്ഷനാണ്, 1/2 + 1/π. ദാറ്റ് ഇസ് ദ പ്രോബബിലിറ്റി psi star psi d tau of finding a particle between L/4 to 3L/4. ഓക്കെ, 1/2 + 1/π. അപ്പോൾ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് പോകുന്ന വഴിക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഡീജനറസിയുടെ പോലത്തെ കേസിൽ നമ്മൾ പറഞ്ഞില്ലേ, അതായത് എല്ലാ കേസിലും E21 = E12 അങ്ങനെ ആവണമെന്ന് നിർബന്ധവുമില്ല, വരാതിരിക്കാനുള്ള ചാൻസും ഇല്ല. പക്ഷേ നമ്മൾക്ക് വന്നൊരു ഇക്വേഷൻ ഓർക്കുന്നില്ല, nx² +
4ny² = 40 എന്നാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ 4ൻ്റെ ടേം വൈയുടെ കൂടെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം സപ്പോസ് അതിൽ നമ്മൾ കണ്ടത് ഈ 2 3 ആണ്, ഈ 3 2ഉം സെയിം ആയിട്ട് ഒരിക്കലും കിട്ടില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. വേറെ എനർജി സ്റ്റേറ്റ്സ് ഇപ്പം നമുക്ക് ഈ 2 3 കിട്ടി, അതുപോലെ തന്നെ ഈ 6 1 ഉണ്ടായിരുന്നു, വേറെ എനർജി സ്റ്റേറ്റുകളും അവൈലബിൾ ആയിരിക്കുമോ? സെയിം എനർജി തരുന്നത് അവൈലബിൾ 10h²/8ml² അങ്ങനെ എന്തോ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ. ആ ഇക്വേഷൻ ആ എനർജി തരുന്നുണ്ടോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം, എന്നിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ 2 1 = ഈ 1 2 എന്നുള്ളത് അല്ലെങ്കിൽ അതുപോലത്തെ മാത്രം കിട്ടിയിട്ട് ഡീജനറസി 2 എന്ന് പറഞ്ഞ് പോകും. സപ്പോസ് നമ്മൾ ഒരു സ്റ്റേറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളതിനെ മറന്നു പോകരുത്. അപ്പോൾ കാര്യമായിട്ട് ചെക്ക് ചെയ്യുക, ഈ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.